എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഹ്യൂമാനിസവും പ്രാഗ്മാറ്റിസവും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹ്യൂമാനിസത്തിൻ്റെ കണ്ടന്റുകൾ നോക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം. അതായത് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ബേക്കോൺ ആണ്. അപ്പം അതിന് മുമ്പ് നമ്മൾ പഠിച്ച ഓരോരുത്തരുടെ ഫൗണ്ടറിൻ്റെ പേരുകൾ നമ്മൾ നോക്കണം. ഐഡിയലിസത്തിൻ്റെ ഒക്കെ പറഞ്ഞു നമ്മൾ. പിന്നെ കോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാൻ ആണ്. ഹ്യൂമാനിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വേർഡിനകത്തുനിന്ന് തന്നെ ഉണ്ട്. മാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തും ഹ്യൂമാനിസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഐഡിയാസിന് പ്രാധാന്യം കൊടുക്കുന്ന ഐഡിയലിസം, നേച്ചറിന് നാച്ചുറലിസം, അങ്ങനെ നമ്മൾ ഓർക്കുക. അപ്പം മാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹ്യൂമാനിസമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഗുഡ് ഫോർ ഓൾ, എല്ലാവർക്കും നല്ലത് എന്നുള്ളൊരാശയം. ഗോഡ് അല്ല, തെറ്റി വായിക്കരുത്, ഗുഡ് ഫോർ ഓൾ എന്നുള്ളതാണ്. പിന്നെ റിഫ്ലക്റ്റീവ് തിങ്കിങ്, അതായത് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ മീൻസ് ഒരു സെൽഫ് ഇവാലുവേഷൻ. നമ്മൾ ചെയ്ത കാര്യം തന്നെ നമ്മൾ വീണ്ടും അത് എന്ത് കൊടുക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിഫ്ലക്റ്റീവ് തിങ്കിങ്, സെൽഫ് ഇവാലുവേഷൻ, ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഹ്യൂമാനിസം പ്രാധാന്യം കൊടുക്കുന്നത്. പ്രോബ്ലം സോൾവിങ് അതിൻ്റെ ഒരു ആശയമാണ്. നോളജ് നേടിയെടുക്കുക എന്നുള്ളത്, നോളജിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടുത്തെ സബ്ജക്റ്റ് സയൻസ് മാത്രമല്ല, ഓൾറെഡി സയൻസ്, ആർട്സ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, അതായത് പെയിൻറ്റിങ്, മ്യൂസിക്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഹ്യൂമാനിസം പ്രാധാന്യം കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഹ്യൂമാനിസത്തിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. പെട്രാർക്ക്, അവരൊക്കെ ഹ്യൂമാനിസം കോൺസെപ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പെട്രാർക്ക്, ഇറാസ്മസ്, എബ്രഹാം മാസ്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹ്യൂമാനിസം എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം മാൻ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഗുഡ് ഫോർ ഓൾ എന്നുള്ളതും ഓർത്ത് വെച്ചണം. റിഫ്ലക്റ്റീവ് തിങ്കിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഹ്യൂമാനിസത്തിനകത്തുനിന്ന് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള പ്രാഗ്മാറ്റിസം ആണ്. അപ്പോൾ ഈ പ്രാഗ്മാറ്റിസം എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. പ്രാഗ്മ എന്നുള്ളൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ആക്ഷൻ എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു മാന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമാനിസത്തിനകത്തും മാന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഐഡിയലിസവും നാച്ചുറലിസവും തമ്മിലുള്ള ഒരു ബ്ലെൻഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതായത് രണ്ടും കൂടി, അതിൻ്റെ രണ്ടിൻ്റെയും ആശയങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ ജോൺ ഡൂയി ആണ്. ജോൺ ഡൂയി ഫേമസ് ഫോർ ലബോറട്ടറി സ്കൂൾ എന്നുള്ളതിൻ്റെ വക്താവാണ് ഈ ജോൺ ഡൂയി എന്ന് പറയുന്നത്. എക്സ്പോണൻസ് ആണ്. പിന്നെ അതുപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതായത് നമ്മൾ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നു. അതുപോലെ പ്രോജക്റ്റ് മെത്തേഡ്, അതായത് കിൽപാട്രിക്കിൻ്റെ പ്രോജക്റ്റ് മെത്തേഡ്, SUPW, ലേണിംഗ് ബൈ ഡൂയിങ്, വർക്ക് എക്സ്പീരിയൻസ്, ഇതെല്ലാം പ്രാഗ്മാറ്റിസത്തിനകത്ത് വരുന്നതാണ്. അതായത് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കുന്നു, ചെയ്തു പഠിക്കുന്നു. പ്രോബ്ലം സോൾവിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പറയാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട്, അതത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോജക്റ്റ് മെത്തേഡ്, അതൊരു PYQയിൽ ചോദിച്ചിട്ടുണ്ട്. SUPW ഇസ് റിലേറ്റഡ് ടു പ്രാഗ്മാറ്റിസം. അതായത് SUPW ഒക്കെ നമ്മൾ പഠിച്ചതാണ് B.Edന്. അതായത് സോഷ്യലി യൂസ്ഫുൾ പ്രോഡക്റ്റ് വർക്ക് എന്നാണ് അതിൻ്റെ. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മുടെ പ്രാഗ്മാറ്റിസമാണ്. പിന്നെ ഇവർ പറഞ്ഞ ചേഞ്ചസ് ആർ ഇന്നെവിറ്റബിൾ എന്നാണ്. അതായത് മാറ്റങ്ങൾ അനിവാര്യമാണ്, പക്ഷെ വാല്യൂസും തോട്ട്സും ഡൈനാമിക് ആണെന്നും പറയുന്നുണ്ട്. അതായത് പിന്നീടുള്ളതാണ് സോഷ്യൽ എഫിഷ്യൻസി. ഇതെല്ലാം നമ്മൾ ഒരു മോഡേൺ ഫിലോസഫിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. സോഷ്യൽ എഫിഷ്യൻസി, സെൽഫ് ഡിസിപ്ലിൻ, പിന്നെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ്, അതായത് നമ്മൾ ജനാധിപത്യ അധിഷ്ഠിതമായിട്ടുള്ള രീതി, അതെല്ലാം നമ്മളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അറിയേണ്ടതാണ്. സോഷ്യൽ എഫിഷ്യൻസി ഒക്കെ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഈ പ്രാഗ്മാറ്റിസത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ വരുന്നതാണ്. അപ്പം ഒരു ബ്ലെൻഡാണ് എന്തിൻ്റെയും, അതായത് നമ്മളുടെ നാച്ചുറലിസത്തിൻ്റെയും ഐഡിയലിസത്തിൻ്റെയും. പിന്നെ ഇവരും പ്രാഗ്മാറ്റിസ്റ്റ് അപ്രോച്ചിലും നമ്മൾ ഗോഡിന് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഐഡിയലിസത്തിൻ്റെ എല്ലാ ആശയങ്ങളും ഇവർ ഫോളോ ചെയ്യുന്നില്ല, കുറച്ച് ആശയങ്ങൾ. നാച്ചുറലിസത്തിൻ്റെ എല്ലാം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് ബൈ ഡൂയിങ്, വർക്ക് എക്സ്പീരിയൻസ്, SUPW ഒക്കെയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുനിന്ന് ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ.